ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ദ്രനോട് വീട്ടിൽ പ്രേതം വന്നതിൻ്റെ കഥ പറയുകയാണ് രാജലക്ഷ്മിയും അതുപോലെ നമ്മുടെ പാറും ഒക്കെ. ഇത് കേട്ടപ്പോൾ ഇന്ദ്രന് ഭയങ്കര ദേഷ്യം. സത്യമാണെന്ന് പാറു പറയുമ്പോൾ എൻ്റെ പൊന്നു കൊച്ചെ, ഈ നൂറ്റാണ്ട് ഏതാണെന്ന് അറിയാമോ നിനക്കൊന്നും ചോദിച്ചുകൊണ്ട് ഇന്ദ്രൻ അന്നേരം പാറുവിനോട് ചോദിച്ചു. അപ്പോൾ സംഗതി സത്യമാണ് ഏട്ടാന്ന് വിശ്വനും പറഞ്ഞു. അമ്മ തലക്കടിയേറ്റ് വീണ് കിടക്കുമായിരുന്നുവെന്നും പ്രേതത്തെ കണ്ടുവെന്നാണ് പറഞ്ഞതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയും. ഇന്ദ്രന് ഭയങ്കര ഒരു ഇതുമല്ല. അപ്പം പറഞ്ഞുകൊണ്ട് അമ്മ അവിടെ നിന്ന് തലയാട്ടിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഈ ഒരു സമയത്ത് മുൻപ് എൻ്റെ തറവാട്ടിലെ അച്ചമ്മ മരിച്ചതിൽ പിന്നെയും പലതവണ കണ്ടവരുണ്ടെന്നും ഞാനും കണ്ടിട്ടുണ്ടെന്ന് പാറു പറയാം. ഓ റബ്ബീഷ്, എന്തൊക്കെ നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെ ഇന്ദ്രൻ ചോദിക്കുമ്പോൾ ചുമ്മാതെ അല്ല, എന്നെ ഉപദേശിക്കുന്നവരെ അച്ചമ്മ വന്ന് ഇരുട്ടടി അടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം ആഹാ എങ്കിൽ ആ പ്രേതത്തോട് വന്ന് എന്നെ ഇരുട്ടടി അടിക്കാൻ പറയാൻ ഇന്ദ്രൻ പറയുമ്പം ഓ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാജലക്ഷ്മി അവിടെ കിടന്ന് ഒച്ചയും മൂളിക്കൊണ്ടിരിക്കുക. പാർവതി, നിന്റെ അച്ചമ്മ പ്രേതത്തോട് വരാൻ കാണിച്ചു കൊടുക്കാൻ ഞാനെന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അവിടെ കിടന്ന് പറയുന്നു. വെറുതെ വെല്ലുവിളിക്കേണ്ട കാര്യമല്ല കേട്ടോ, അച്ചമ്മ ഉറപ്പായിട്ടും വരും കേട്ടോ എന്ന് പറയുമ്പോൾ അയ്യോ രാജലക്ഷ്മിക്ക് പേടി എന്ന് പറഞ്ഞുകൊണ്ട് കൈ കൊണ്ടും കാലും കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കും. ചുമ്മാ ഇരിക്കാമെന്ന് പറഞ്ഞ് ഇന്ദ്രൻ രാജലക്ഷ്മിയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ നമുക്ക് നോക്കാം വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ നിൽക്കുക. അമ്മേ വരട്ടെ അമ്മേ, നമുക്ക് നോക്കാം അമ്മേ എന്നൊക്കെ പറഞ്ഞു. പാറു അന്നേരം നിന്ന് ഇങ്ങനെ ആലോചിക്കുക. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സേതു അമ്പലത്തിൽ കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ പല്ലവി അവിടെ നിൽക്കുകയാണ്. പല്ലവി അങ്ങനെ അവിടെ വന്ന് നിൽക്കുന്നു. നമ്മുടെ സേതുവിനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. ഇപ്പോൾ സേതുവേട്ടനെ കണ്ട ഗുരുവായൂരപ്പൻ നേരിട്ട് ഇറങ്ങി വന്നതാണെന്നേ തോന്നുള്ളൂ. എന്താ ഈശ്വരു എന്ന് പല്ലവി ഇങ്ങനെ ചോദിച്ചു. ആഹാ, ഒരു മുണ്ടും നേരിയത് ഇട്ടപ്പോൾ ഞാൻ സാക്ഷാൽ ഭഗവാനായെങ്കിലേ പിന്നെ ഈ തുലാഭാരത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് സേതു പറഞ്ഞു. അപ്പോൾ അത്രയ്ക്കൊന്നും കടന്ന് ചിന്തിക്കേണ്ട, തുലാഭാരം നല്ല ഭക്തിയോടും ആദരവോടും കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന കാര്യം പല്ലവി സേതുവിനോട് പറയുക. തമാശയല്ല കേട്ടോ ഞാനീ പറയുന്നത്. പഞ്ചസാര കൊണ്ട് തന്നെ തുലാഭാരം നടത്തണമെന്നാണ് തിരുമേനി പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാണെന്ന് സേതുവിന് അറിയാവോ എന്ന് ചോദിച്ചു. ഇല്ല, എന്തിനാ? ഇനി മുൻപോട്ടുള്ള ജീവിതം മധുരമുള്ളതാവണം, ഐക്യമുള്ളതാവണം, അതിനു വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും അല്ലേ ജീവിക്കാൻ പോകുന്നത്, അത് സ്വാഭാവികമായിട്ടും മധുരമുള്ളതും ഐക്യമുള്ളതും തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അത് നമ്മുടെ വിശ്വാസം മാത്രമല്ലേ, പ്രതീക്ഷയല്ലേ. മനുഷ്യൻ്റെ എല്ലാ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും അപ്പുറമാണ് ഈശ്വരാനുഗ്രഹം എന്നുള്ളത്, അതറിയില്ലേ എന്നൊക്കെ ചോദിച്ചു. അതിനാണ് നമ്മൾ നമ്മളെ തന്നെ ഈശ്വരന് മുഴുവനായി സമർപ്പിക്കുന്നതെന്നൊക്കെ പറയുക പല്ലവി. ആ സമർപ്പണമാണ് തുലാഭാരം എന്നും പറഞ്ഞു. എൻ്റെ പൊന്നേ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ നിൽക്കുന്നു. തൊഴുതു. പിന്നെ അവർ രണ്ടുപേരും പോയി അതിന് രസീതൊക്കെ കുറിപ്പിച്ചു. അതിനുശേഷം നമ്മുടെ സേതുവിന് പഞ്ചസാരയിൽ തുലാഭാരം നടത്തുന്നു. അങ്ങനെ തുലാഭാരത്തിൽ പഞ്ചസാര ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ പല്ലവി. അതിനുശേഷം പ്രാർത്ഥനയും വഴിപാടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ആ സമയത്ത് പല്ലവിക്ക് ഒരു കോൾ വന്നു. ഹലോ പല്ലവി അല്ലേ എന്ന് ചോദിച്ചു. ആ അതെ, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് തനിച്ച് മാറി നിൽക്കുമോ എന്ന് ചോദിക്കുക. അപ്പോൾ അപ്പുറേന്ന് വിളിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻ ശബ്ദം മാറ്റി വിളിക്കുന്നതാ. അപ്പോൾ ഒരു കോള് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ഡ്രസ്സ് മാറ്റിയിട്ട് വരാമോ, നമുക്ക് പോകണ്ടേ എന്ന് സേതുവിനോട് പല്ലവി ചോദിച്ചു. അപ്പോൾ സേതു അങ്ങ് പോയി. പറഞ്ഞോളാം പറഞ്ഞു. ഹലോ കേൾക്കാമോ ഞാൻ പറയുന്നത്? എനിക്ക് കേൾക്കാം, നിങ്ങൾ പറഞ്ഞോളാം പറഞ്ഞു പല്ലവി. അതെ, ഞാൻ പൊന്നുമടത്തിൻ്റെ ഒരു വെൽവിഷറാണേ. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറ, എന്താ പേര്, കാര്യം പറയാൻ പറഞ്ഞു. അയ്യോ, ഒരു പേരിലേക്ക് എന്തിരിക്കുന്നു, പറയാൻ പോകുന്ന മാറ്ററല്ലേ പ്രധാനം. അപ്പോൾ വിളിക്കുന്ന ആളിൻ്റെ ഐഡൻറ്റിറ്റിയും പ്രധാനമല്ലേ. ആരാണെന്ന് വെളിപ്പെടുത്താൻ പറ്റാത്ത ആൾ പറയുന്ന ആ ഒരു ഇതിന് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളതെന്ന് ചോദിക്കുമ്പം അതെ, ഞാൻ ഈ പറയാൻ പോകുന്നത് 101% സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ താങ്കൾക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ശരി, കാര്യം എന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. ആ സമയത്ത് ഋതിക എന്ന പെൺകുട്ടി ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാണെന്നും അത് നിങ്ങൾക്കറിയാം. ഇതാണ് എത്ര വലിയ കാര്യമായി നിങ്ങൾ അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു. ആ കാര്യം അവൾ വീട്ടിലെല്ലാവരും അറിയിച്ചതാണെന്ന് പല്ലവി പറഞ്ഞു. വെറുതെ ഒരാണും പെണ്ണുമായി സ്നേഹത്തിലാണെന്ന് മനസ്സിലാക്കിയാൽ ഉടനെ അവരെ പറ്റി അപവാദം പറഞ്ഞുണ്ടാക്കുന്നതേ അത്ര നല്ല സ്വഭാവമല്ല കേട്ടോ എന്ന് പല്ലവി പറയുമ്പോൾ ഇങ്ങനെ തോക്കി കയറി വെടിവെച്ച് കൊളാക്കലേനെ ക്ലാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ ഇങ്ങനെ പറയാം. അപ്പോൾ അതെ, ഋതിക സ്നേഹിക്കുന്ന ആരെയാണെന്ന് അറിയാവോ? ഇന്ദ്രൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണെന്ന് പറഞ്ഞു. അതെ, കൂടുതൽ എക്സ്പ്ലെയിൻ ഒന്നും ഞാൻ ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് തന്നെ കണ്ടെത്താവുന്ന യാഥാർത്ഥ്യമേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇവൻ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. പല്ലവിക്ക് ടെൻഷനായി. പല്ലവി ആണെങ്കിൽ അവിടെ പോയി നിന്ന് എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ ഭഗവതി എന്നും പറഞ്ഞ് നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുക. കരഞ്ഞോട് നിൽക്കുന്ന പല്ലവിയുടെ അടുത്തേക്ക് സേതു വരുന്നത്. എന്ത് പറ്റി പല്ലവി, എന്തിനാ പല്ലവി കരയുന്നതെന്നും ചോദിച്ചാൽ ഒന്നുമില്ല സേതുവേട്ടൻ വരാൻ ലേറ്റ് ആയതുകൊണ്ട് ഒന്നുകൂടി ഭഗവാനെ തൊഴാന്ന് കരുതി വന്ന് നിന്ന് പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ എന്ന് പല്ലവി പറയാം. അതിനെന്തിനാ കരയുന്നത്? ഒന്നുമില്ല സേതുവേട്ടാ, തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല സേതുവേട്ടാ, അപ്പോൾ നമുക്ക് ഇറങ്ങാമെന്നും പറഞ്ഞു പല്ലവിയും സേതുവും കൂടെ പോവുക. അത് കഴിഞ്ഞ് പിന്നെ സേതു പല്ലവിയും വീട്ടിൽ ചെന്നു. പല്ലവി എന്നിട്ട് ഋതികയെ തന്നെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥലത്ത് ഋതികയെ വിളിച്ചിട്ട് പല്ലവി കാണാനായിട്ട് ചെന്നു. എന്താ പല്ലവിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. ആ സമയത്ത് വീട്ടിൽ വെച്ച് ഒന്നും തുറന്നു പറയാനായിട്ട് പറ്റത്തില്ല, എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതെന്താ, എല്ലാവരും കേട്ടാൽ പ്രശ്നമാകുന്ന വിഷയം എന്താ?
സേതുവേട്ടനെ പോലും ഒഴിവാക്കിക്കൊണ്ട് എന്താണെന്ന് ഋതുക ചോദിക്കുക. അത് കേട്ടപ്പം സേതുവേട്ടനെ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണെന്ന് പല്ലവി പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഋതുവിനും ആകെ വല്ലാതെയായി. എന്താ കാര്യം എന്നറിയാത്തത് കൊണ്ട്. എന്താ പല്ലവി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. നീ ഒരാളെ സ്നേഹിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആരാണ് അയാൾ? അത് പിന്നെ ഇതെന്താ ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം എന്ന് ചോദിക്കുമ്പോൾ ജിത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നും ഋതുക ചോദിക്കാം. അങ്ങനെ ഒരു പേര് അല്ല, എന്താ ഇൻഷ്യൽ എന്ന് ചോദിക്കുമ്പം അതോ സത്യം പറഞ്ഞാൽ അതെനിക്ക് അറിയില്ല എന്ന് ഋതുക പല്ലവിയോട് പറയുക. എന്തൊക്കെയാണ് അയാളെ പറ്റി നിനക്ക് അറിയാവുന്നത് അതൊന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഇപ്പോൾ ബേസിക്കലി പുള്ളി ഒരു ബിസിനസ് മാൻ ആണെന്നും മറ്റു കാര്യങ്ങൾ അവിടെ വെച്ച് അറിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ശരിക്കും ആരെങ്കിലും എന്നെ വട്ടാക്കാൻ ചെയ്തതായിരിക്കും എന്ന് പല്ലവി ഇതൊക്കെ കേട്ട് ഇപ്പോൾ മനസ്സിൽ ചിന്തിക്കാം. എന്താ പല്ലവി ആലോചിക്കുന്നത്, എന്താ മനസ്സിൽ ചിന്തിക്കുന്നത് എന്ന് ഋതുക ചോദിച്ചു. അപ്പോൾ പല്ലവി പറഞ്ഞു, എനിക്ക് ആ ചിത്തിരി ഒന്ന് കാണണമെന്ന്. എന്താ ഇത്, കണ്ണും വീഴ്ച നിന്ന് സ്വപ്നം കാണുവാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ കാണണമെന്ന് പറഞ്ഞപ്പോൾ കാണാമെന്ന് ഋതുക സമ്മതിച്ചു. അതിനിപ്പോൾ എന്താ, അപ്പോൾ ഏതെങ്കിലും ഒരു ടൈം ഫിക്സ് ചെയ്യാൻ നമുക്ക് കാണാം എന്നും പറഞ്ഞുകൊണ്ട് ഋതുക അന്നേരം തന്നെ ജിത്തിന് എന്ന് പറഞ്ഞ് ഇന്ദ്രനെ വിളിക്കുക. ഹലോ ജിത്ത്, അതെ നമുക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഫോണും കട്ട് ചെയ്തു. എന്നിട്ട് പല്ലവിയോട് വന്ന് ഋതുക പറഞ്ഞു, ജിത്ത് കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. ഒരു 5:30 ആകുമ്പോൾ നമുക്ക് നാളെ കാണാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? അപ്പോൾ പല്ലവിക്ക് കാണണമെന്ന് പറഞ്ഞു. അല്ല, എന്നെ അറിയോ ജിത്തിന്? പിന്നെ എല്ലാവരെയും ജിത്തിന് അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ പല്ലവി ഇങ്ങനെ ഉണ്ടാക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഉള്ളിൽ തീ വെച്ച് ഇങ്ങനെ പൊള്ളിക്കൊണ്ടിരിക്കുക ഇന്ദ്രൻ ആവരുതേ എന്നുള്ള പ്രാർത്ഥനയിൽ. ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ കാണിക്കുന്ന പൊന്നുമടത്തിലേക്ക് നമ്മുടെ കുറുപ്പമ്മാവൻ വന്നു. കുറുപ്പമ്മാവൻ വന്നിങ്ങനെ ഇരിക്കുക. അപ്പോൾ പൂർണ്ണിമ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ആയി എന്ന് കുറുപ്പമ്മാവൻ പറയുക. അപ്പോൾ സേതു ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലും കാരണമില്ലാതെ പൂർണ്ണിമ എന്നെ വിളിപ്പിക്കില്ലല്ലോ. അപ്പോൾ അത്യാവശ്യം തന്നെയാണ്, നാഥനില്ലാത്ത കളരി പോലെ കിടക്കുകയല്ലേ ഇപ്പോൾ പൂർണ്ണിമ ടെക്സ്റ്റൈൽസ് എന്ന് പൂർണ്ണിമ കുറുപ്പമ്മാവനോട് പറഞ്ഞു. അത് എത്ര നാളിങ്ങനെ മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഒരു നിശ്ചയവും ഇല്ലായിരുന്നു. കുറുപ്പൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഒരു തീരുമാനം അടിയന്തരമായി എടുക്കേണ്ട ഒരു സാഹചര്യമാണ് കുറുപ്പേട്ട. അതൊക്കെ എനിക്ക് മനസ്സിലായി. ടെക്സ്റ്റൈൽസിൻ്റെ മേൽനോട്ടം ആരെങ്കിലും ഏൽപ്പിക്കണം, അതല്ലേ എന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവ അങ്ങനെ വെറുതെ ആരെങ്കിലും ഏൽപ്പിച്ചാൽ പോരാ, ഉത്തരവാദിത്വപ്പെട്ടതും അർഹതയുള്ള ആരെങ്കിലുമാണ് ഏൽപ്പിക്കേണ്ടത് എന്നിങ്ങനെ സേതു പറയുമ്പം അതെ, പക്ഷേ അങ്ങനെ ഇപ്പോൾ ആരാ ഉള്ളത് എന്ന് കുറുപ്പമ്മാവൻ ചോദിക്കുക. അങ്ങനെ ഒരാൾ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുമ്പോൾ കുറുപ്പ് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ കുറുപ്പിൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. കുറുപ്പ് എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാം. എന്താ കുറുപ്പേട്ടൻ ആലോചിക്കുന്നത് എന്ന് പൂർണ്ണിമ ചോദിക്കുമ്പോൾ ഞാൻ സഹായിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അത് മനസ്സിലായി. പല കാര്യങ്ങളും കുറുപ്പമ്മാവൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നല്ലേ എന്ന് ചോദിക്കുമ്പം അയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്ന് പറഞ്ഞു കുറുപ്പമ്മാവൻ ഇങ്ങനെ ഇരിക്കുക. പുള്ളിയുടെ ഭാവമൊക്കെ അങ്ങ് മാറി. അപ്പോഴാണ് നമ്മുടെ അച്ചു ഇറങ്ങി വരുന്നത്. അച്ചു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പുഞ്ചിരിയോടെ അച്ചുവിൻ്റെ വിളിച്ചു നമ്മുടെ പൂർണ്ണിമ. ആ സമയത്ത് എന്താ കുറുപ്പമ്മാവ ഒരു മുന്നറിയിപ്പില്ലാതെ എന്ന് അച്ചു ചോദിച്ചു. അത് പിന്നെ അച്ചു കുറുപ്പമ്മാവനെ വെറുതെ വിളിച്ചു വരുത്തിയതൊന്നും അല്ല കേട്ടോ. പൂർണ്ണിമ ടെക്സ്റ്റൈൽസിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു സുപ്രധാന തീരുമാനം എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ ചുമതല കുറുപ്പങ്കലിനെ ഏൽപ്പിക്കാനായിരിക്കല്ലേ എന്നൊക്കെ ചോദിച്ചു കേട്ടോ അച്ചു. അപ്പോൾ കൺഗ്രാറ്റ്സ് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കുറുപ്പമ്മാവൻ എങ്ങനെ ഇരിക്കാം. അയ്യോ അങ്ങനെയല്ല എന്ന് നമ്മുടെ പൂർണ്ണിമ പറയുമ്പോൾ കുറുപ്പ് ഒരു നോട്ടം. ഇതിൽ മെയിൻ വില്ലനായിട്ട് കുറുപ്പ് മാറുന്ന രീതിയിലാണ് കുറുപ്പിൻ്റെ ഭാവമൊക്കെ. അപ്പോൾ ടെക്സ്റ്റൈൽസിൻ്റെ പൂർണ്ണ ചുമതലയും ഉത്തരവാദിത്വവും നിന്നെയാണ് അച്ചു ഏൽപ്പിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പം എന്നെയോ? അപ്പോഴേക്കും കുറുപ്പിൻ്റെ ഭാവം മാറി. കുറുപ്പ് ഇങ്ങനെ പല്ല് അടിച്ച് പിടിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഉദ്ദേശിച്ച കാര്യം ഇവിടെ കൊണ്ട് നടക്കില്ല എന്ന് കുറുപ്പമ്മാവന് മനസ്സിലായി. അപ്പോൾ എന്നെയോ, ഇത് എന്താ ഈ പറയുന്നേ എന്ന് അച്ചു ചോദിക്കുമ്പോൾ അതെ നിന്നെ തന്നെയാണെന്ന് സേതുവും സമ്മതിച്ചു. എല്ലാ സഹായത്തിനും ഞങ്ങളൊക്കെ ഉണ്ടാകും നിൻ്റെ കൂടെ എന്നും സേതു പറയുന്നു. കുറുപ്പ് അന്നേരത്തേക്ക് ഒരു ചിരിയോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. കുറുപ്പമ്മാവനും മുഴുവൻ സമയം നിൻ്റെ കൂടെ നിൽക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്നൊക്കെ ഇങ്ങനെ സേതു പറഞ്ഞു. അത് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മാവനോട് ഇവിടം വരെ വരാനായിട്ട് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോഴും കുറുപ്പ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. കുറുപ്പേട്ടൻ നിൽക്കില്ലേ അച്ചുവിനൊപ്പം എന്ന് ചോദിച്ചപ്പം പിന്നെ തീർച്ചയായും നിൽക്കില്ലേ, അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ എന്ന് കുറുപ്പമ്മാവൻ ഇങ്ങനെ പറഞ്ഞു. പൂർണ്ണിമ അതൊക്കെ കേട്ട് ഇങ്ങനെ ചിരിക്കുക. ആ ഒരു സമയത്ത് അച്ചുവിന് ഭയങ്കര ടെൻഷനായിട്ടോ. സേതു ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കുറുപ്പിൻ്റെ ഭാവമൊക്കെ ഭയങ്കര കലിപ്പിച്ചുള്ള ഭാവമാണ്. ഒന്നും മിണ്ടാതെ ഇങ്ങനെ തല തിരിഞ്ഞ് തന്നെ ഇരിക്കുക. ആ സമയത്ത് പക്ഷേ അമ്മയെ സേതുവേട്ടാ ഞാനെങ്ങനെയാണ് ഇതെല്ലാം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഒറ്റയ്ക്കല്ലല്ലോ, നിൻ്റെ കൂടെ സഹായത്തിന് ആൾക്കാരുണ്ടല്ലോ. കുറുപ്പമ്മാവനില്ലേ, പിന്നെ ഹരിയില്ലേ, ഞങ്ങളെല്ലാവരും ഇല്ലേ, പിന്നെ എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ അവർ ഹരിക്ക് നമ്മുടെ അച്ചുവിനും ചുമതലകളെല്ലാം ഏറ്റു കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ
കുറുപ്പമ്മാവൻ ഇങ്ങനെ നിൽക്കുക അവിടെ. ഇത് കഴിഞ്ഞ് നമ്മുടെ അച്ചു റൂമിലേക്ക് ചെന്നിട്ട് ഹരിയോട് വിവരം പറയാം. അപ്പോൾ സത്യം പറഞ്ഞ് ആദ്യം കേട്ടപ്പോൾ എനിക്കൊരു അന്താളിപ്പൊക്കെ ഉണ്ടായിരുന്നു എന്നും ടെക്സ്റ്റൈൽസിൽ പോയിട്ടുണ്ട്, പലപ്പോഴും അവിടുത്തെ പല ജോലികളും ചെയ്തിട്ടുമുണ്ട്. എന്നാലും അല്ല അവിടുത്തെ എന്ത് ജോലി ചെയ്തിട്ടുള്ളത് എന്ന് ഹരി ചോദിച്ചപ്പോൾ തുണി മടക്കുന്നത് മുതൽ സ്റ്റോക്ക് എടുക്കുന്നത് വരെ, ബില്ലടിച്ച് ക്യാഷ് വാങ്ങുന്നത് മുതൽ ഓഫീസ് ക്ലീൻ ചെയ്യുന്നത് വരെ, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുമിച്ചല്ല കേട്ടോ, പല സാഹചര്യങ്ങളായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞതെന്ന് അച്ചു പറയുമ്പം എന്നെപ്പറ്റി എന്താ ഹരി വിചാരിച്ചേ? എൻ്റെ പൊന്നെ ഞാനൊന്നും വിചാരിച്ചിട്ടില്ലേ എന്നും പറഞ്ഞ് നമ്മുടെ ഹരി അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോയി ഡ്രസ്സൊക്കെ മാറുക. അപ്പോൾ ഹരി കുളിക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പം പൊടി അടിച്ച് നിൽക്കുമായിരുന്നില്ലേ, ആകെ ഒരു ചൊറിച്ചിൽ പറഞ്ഞു, ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ഹരി ചെയ്യേണ്ടത്? എന്ത് ചെയ്യാൻ? ഇതൊക്കെ കൂടെ ഓർത്തിട്ട് തനിക്കൊരു വെപ്രാൾ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അത്ര ഒന്നും അല്ല ഉള്ളത്, ഹരിയും കൂടി എൻ്റെ കൂടെ ഉണ്ടാവണം എന്ന് പറയുമ്പം ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ വെറുതെ ഒന്നും പറഞ്ഞാൽ പോരാ, A to Z കാര്യങ്ങൾക്ക് എൻ്റെ കൂടെ തന്നെ നിൽക്കണം. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒത്തുപിടിച്ചാലേ ഈസി ആയിട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ ഈ ടെക്സ്റ്റൈൽ ബിസിനസ്. അതെങ്ങനെ ശരിയാക്കുക അച്ചു? എൻ്റെ ബിസിനസ്സിൻ്റെ കാര്യം എനിക്ക് നോക്കണ്ടേ എന്ന് അച്ചുവിനോട് ഹരി ചോദിക്കുമ്പോൾ അപ്പോൾ ഒരു ടെക്സ്റ്റൈൽസ് നോക്കി നടത്തുന്നതാണോ ഒരു നൈറ്റ് കച്ചവടം നടത്തുന്നതാണോ അന്തസ്സെന്ന് ഹരി ചോദിക്കുമ്പം എനിക്ക് എൻ്റെ സ്വന്തം ബിസിനസ് നോക്കി നടത്തുന്നത് തന്നെ അന്തസ്സ്. ഇതും ഹരിയുടെ തന്നെ ഒരു സ്ഥാപനമായിട്ട് കണക്കാക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പം അച്ചു സത്യം എന്ന് പറയുന്നത് അതല്ലല്ലോ, അല്ലെങ്കിലും ഏത് വലിയ സംരംഭം ഏൽപ്പിച്ച് തന്നാലും മാധവ നൈറ്റീസ് പൂട്ടാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. അതിൽ നിന്ന് എന്ത് കിട്ടാനാ? അതിൽ നിന്ന് എത്രയോ മടങ്ങ് ലാഭം പൂർണ്ണമായ ടെക്സ്റ്റൈൽസ് നോക്കി നടത്തിയാൽ കിട്ടുക. അങ്ങനെ എൻ്റെ ബിസിനസ്സിനെ അത്ര കൊച്ചാക്കി കാണുകയൊന്നും വേണ്ട. വാശി കയറിയാലേ ചിലപ്പോൾ പൂർണ്ണമായ ടെക്സ്റ്റൈൽസിനെയും കാണും, വലിയ സ്ഥാപനമാക്കി മാറ്റും ഞാനതെന്നും പറഞ്ഞ് അച്ചുവും ഹരിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ രണ്ടുപേരും കൂടെ ബിസിനസ് മേഖലയിൽ ഒരു വലിയ മത്സരം തന്നെ നടത്താനായിട്ട് തീരുമാനിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാം കേട്ടോ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും